പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 30 വരെ വാക്യങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. രണ്ട് സംഭവങ്ങളാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഒന്ന്, ഈശോ ഒരു അന്ധന് കാഴ്ച നൽകുന്നതും. രണ്ട്, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും. ഒരു അന്ധൻ ആളുകളെ കാണുമ്പോൾ മരങ്ങളെ പോലെ തോന്നിക്കുന്നു. ഈശോ രണ്ടാമത് അവന്റെ കണ്ണുകളിൽ തൊടുമ്പോൾ അവന് കാഴ്ച കിട്ടുന്നു. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് ഈശോയുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ശിഷ്യന്മാർ പറഞ്ഞു, നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്, സ്നാപയോഹന്നാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഉത്തരം ലഭിക്കുമ്പോൾ പത്രോസ് വളരെ വ്യക്തമായ ഒരു ഉത്തരം പറയുന്നു, നീ ക്രിസ്തുവാണ്. രണ്ടും ആത്മീയമായ അർത്ഥത്തിൽ ഒരേ സന്ദേശമാണ് നൽകുന്നതെന്ന് നമുക്ക് ആഴമായ ഒരു വായനയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാകും. ശരിയായ കാഴ്ചയിലേക്ക് ഒരു അന്ധൻ വരുന്നതാണ് ആദ്യത്തെ സംഭവം. ശരിയായ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് നടത്തുന്നതാണ് രണ്ടാമത്തെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞതാണ് ശരിയായ കാഴ്ച, യഥാർത്ഥ കാഴ്ച. ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നതിനെയാണ് യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആളുകൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ശിഷ്യന്മാർക്ക് പോലും ഈശോ ആരാണെന്നൊരു സംശയമൊക്കെ ഉണ്ട് എന്ന് ആ ശിഷ്യന്മാരുടെ ആദ്യ മറുപടിയിൽ തോന്നാം. അത് അന്ധന്റെ പാതി കാഴ്ച പോലെയുള്ള കാര്യമാണ്. അന്ധന് മനുഷ്യനെ കണ്ടപ്പോൾ മരങ്ങളെ പോലെ തോന്നി. ശിഷ്യന്മാർക്ക് മനുഷ്യപുത്രനായ ദൈവപുത്രനായ ഈശോയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ള ഉത്തരമായിരുന്നു. സ്നാപയോഹന്നാനാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്. അത് അപൂർണമായ, ശരിയല്ലാത്ത, തെളിച്ചമില്ലാത്ത കാഴ്ചയാണ്. നീ ക്രിസ്തുവാണ് എന്ന പത്രോസിന്റെ ഉത്തരവും അവൻ എല്ലാ വസ്തുവും വ്യക്തമായി കണ്ടു, ആയിരിക്കുന്നത് പോലെ തന്നെ കണ്ടു എന്നതിന്റെ അർത്ഥവും ഒന്നു തന്നെയാണ്. നമ്മളിവിടെ ആത്മീയമായി പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, എൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യരെ, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ അവർ ആയിരിക്കുന്ന രീതിയിൽ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ അവരെ മരങ്ങളെ പോലെ വില കുറഞ്ഞവരായി, മഹത്വം കുറഞ്ഞവരായി ആണോ എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ബോധ്യങ്ങളുള്ളത്, കാഴ്ചപ്പാടുകളുള്ളത്? ഓരോരുത്തരെയും അവരവരുടെ സാഹചര്യങ്ങളിൽ അവരായിരിക്കുന്ന രീതിയിൽ അവരെ കാണാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും അവർക്ക് സാധിക്കുന്ന ശുശ്രൂഷ ചെയ്യാനും സാധിക്കുന്നതാണ് എന്നിലെ ശരിയായ കാഴ്ച എന്ന് ഇന്നത്തെ ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഈശോയെ അംഗീകരിച്ച് ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങളായി ഈശോ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം പോലെ, ഞാൻ ആരാണെന്നാണ് നീ മനസ്സിലാക്കുന്നത് എന്ന ചോദ്യം പോലെ, ചില രോഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും പത്രോസിനെ പോലെ യാതൊരു സംശയവും കൂടാതെ നീ ക്രിസ്തുവാണ്, എൻ്റെ രക്ഷകനാണ്, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ സാധിക്കാൻ കഴിവുള്ളവനാണ് എന്ന് ഏറ്റു പറയാനുള്ള ഒരു ബോധ്യവും ആഴമായ വിശ്വാസവും എന്നിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഏത് വിഷമസന്ധിയിലും യാതൊരു മാറ്റവും കൂടാതെ നിന്നെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ശരിയായ രീതിയിൽ കാണുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.